ഇത്രയും ദിവസം കേന്ദ്രത്തിനെ പഴി പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർ രക്ഷപ്പെടില്ല. പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവരെ അടിച്ചൊതുക്കാനുമാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. പൂർണ്ണമായിട്ടും പാളിയിരിക്കുകയാണ്. ഇത്രയും ദിവസം അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ നടത്തി. പക്ഷേ പുനരധിവാസ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ് മനസ്സിലായത് ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. ആദ്യം 2 എസ്റ്റേറ്റുകൾ പറഞ്ഞു, ഇപ്പോൾ 2-1 ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പകുതിയായി. ഇപ്പോൾ ആ എസ്റ്റേറ്റ് തന്നെ കോടതിയിൽ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് എന്തിനായിരുന്നു ഇവിടെ ഒരു മന്ത്രിസഭ ഉപസമിതി? അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് വയനാട് പുനരധിവാസം. എല്ലാ അർത്ഥത്തിലും പാളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചതുപോലെ ഈ കാശ് മുഴുവൻ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ മടിക്കുന്നത്? ഇപ്പം തന്നെ ഗുണഭോക്താക്കൾ പലരും മാറിയല്ലോ. നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ 200 ജില്ലാണം വീടുകളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. ആൾക്കാർക്ക് വേണ്ട. ഈ പറഞ്ഞ 1000 സ്ക്വയർ ഫീറ്റിൽ എന്തു ചെയ്യാൻ പറ്റും? അതാരാണ് ഉണ്ടാക്കുന്നത്? ഇതെല്ലാം വളരെ അവ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. 30 ലക്ഷം രൂപ പുനരധിവാസത്തിന് സഹായിക്കാൻ തയ്യാറായി വന്നവർ ഒരു വീടിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. വീട് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവന് 15 ലക്ഷമാണ് കൊടുക്കുന്നത്. എന്ത് നീതിയാണ് ഇവർ നടപ്പാക്കുന്നത്? സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വയനാട് പുനരധിവാസം. ഇത്രയും ദിവസം കേന്ദ്രത്തിനെ പഴി പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർ രക്ഷപ്പെടില്ല. വളരെ വ്യക്തമാണ്, ഈ സർക്കാരിന് എല്ലാ ദുരന്തബാധിതരെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു താല്പര്യവുമില്ല. ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ തട്ടിപ്പ് നടത്താമെന്ന് മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ പരിശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഗോവിന്ദ് ഏതോ CPM നേതാവ് ആരോ പറഞ്ഞിരിക്കുകയാണ്, ആശാ വർക്കർമാർക്ക് ചോറും പൈസയും ഒക്കെ കൊടുത്ത് അവരൊന്നും തൊഴിലാളികളല്ല. ഇത്രമാത്രം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം. 40 ദിവസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾ അനിശ്ചിതകാല സമരം നടത്തി. ഇന്നു മുതൽ അവർ നിരാഹാര സമരത്തിലാണ്. സമരം പരിഹരിക്കാൻ, ആ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, സമരക്കാരെ ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 27, 28 തീയതികളിൽ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരത്തോടൊപ്പം രാപ്പകൽ സമരം ഞങ്ങളുടെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാപ്പകൽ സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇനിയും സമരക്കാരെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അവരെ അടിച്ചൊതുക്കാനുമാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും.